നിങ്ങൾക്ക് എന്നോട് അത്രത്തോളം കൺസേൺ ഉണ്ടോ ബോസ്? അത്രയുമില്ല ഇത്രയുമില്ല ഒരു കുന്തവുമില്ല. അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? ഇനി ഓരോന്നാലോചിച്ച് നീ സ്വപ്നം കാണാനൊന്നും നിൽക്കണ്ട. പാർക്കിൽ എന്നും ഇതാ നടക്കാറ്. അത് ശരിയാ. ആദ്യമൊക്കെ ഈ പാർക്കിൽ നമ്മുടെ കുട്ടികളൊക്കെ വന്ന് കളിക്കുമായിരുന്നു. നമ്മളെല്ലാം വന്ന് വാക്കിങ്ങിനും വന്നോണ്ടിരുന്നല്ലേ. യോഗ ടീച്ചർമാർ വന്ന് ഇവിടെ ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ ലവേഴ്സ് മാത്രമേ ഉള്ളൂ. വാലന്റൈൻസ് ഡേ നടത്താൻ ഇത് ഫെബ്രുവരി 14 അല്ല, കപ്പിൾസിന് വേണ്ടിയുള്ള പാർക്കും അല്ല. എന്നും വരികയും ചെയ്യും, കെട്ടിപ്പിടുത്തവും ഉമ്മവെക്കലും എല്ലാം നടത്തും. ബാക്കിയുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടെന്നുള്ള ഒരു വിചാരവും. ഈ കോളനിയുടെ അസോസിയേഷൻ മെമ്പറുകളായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരുത്തേണ്ട അത്യാവശ്യം ഇന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇവള് നിന്റെ ഭാര്യയാണോ? ഇങ്ങനെ ഉപ്പ വെക്കണമെങ്കിലേ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് മതി. നിങ്ങളുടെ പ്രണയവും കാര്യങ്ങളൊക്കെ 4 ചുവരുകൾക്കുള്ളിൽ മതി. അധികമൊന്നും ആലോചിക്കണ്ട. മാലയുടെ ഒപ്പം താലിയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്ത് കെട്ട്. അത് മാത്രമല്ല, രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിപ്പിച്ച് ഞങ്ങൾ സാക്ഷികളുമായിക്കോളാം. ഹലോ എടി വട്ടെ, നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല ബോസ്. നിന്റെ തലയിൽ ഒരു പിരി ഇളകിയിട്ടുണ്ടോ? നമ്മൾ ഔട്ടിങ്ങിന് പോയില്ലേ, അന്ന് വെള്ളം മാറി കുളിച്ചോണ്ടാവും. വെള്ളമല്ല. ഓഫീസിലേക്ക് വരാതെ കണ്ടവന്മാരുടെ കൂടെ കറങ്ങിക്കോ. നിനക്കും അവനും തമ്മിൽ എന്താ ബന്ധം? അയ്യോ ദൈവമേ, അതെല്ലാം നിങ്ങളോട് എങ്ങനെയാ പറയാ? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? ഹലോ, ഐ എം യുവർ ബോസ്. നേരം പോക്കിനല്ല ഞാൻ നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ആദ്യം പറഞ്ഞു കൺസേൺ ആണെന്ന്, ഇപ്പൊ പറയുന്ന നേരം പോക്കാന്ന്. എന്താണെന്ന് സത്യം പറ. നേരം പോക്കാണോ അതോ കൺസേൺ ആണോ? ഒന്നാമത് നിങ്ങൾക്ക് എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഈ നേരം പോക്കും പുറകെ നടക്കലും ഒക്കെ? എന്തിനാ ഈ കൺസേണിന്റെ കാര്യമൊക്കെ പറയുന്നേ? ഒന്നുമില്ല, വാ നമുക്ക് പോവാം. ഇത്രയും സമയം വേണോ? ആ പിന്നെ ബാഗ് എടുക്കാതെ വരാൻ പറ്റുമോ? സൈക്കോ വുമൻ. പിന്നെയും തുടങ്ങിയല്ലേ നീ? താഴോട്ട് നോക്കി നടന്നാൽ എന്താ നിനക്ക്? രണ്ടും ഉണ്ടക്കണ്ണില്ലേ? നീ വീഴുന്ന സമയത്ത് ഞാൻ നിന്നെ പിടിക്കണമായിരിക്കും. ആ പോതി നിന്റെ മനസ്സിൽ വെച്ചോ. നീ വീഴുമ്പോ പിടിക്കാൻ നടക്കുന്നതല്ല എന്റെ ജോലി. താഴോട്ട് നോക്കി നടന്ന ഒരിക്കലും വീഴില്ല. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. ഇപ്പൊ നിങ്ങളും എന്നെ പോലെ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങിയല്ലോ. എന്താടി? ഒന്നുമില്ല, ഞാൻ നേരെ നോക്കി നടക്കാന്ന് പറഞ്ഞത്. നീ ഒരു കാലത്ത് നന്നാവില്ലടി. ഇടയ്ക്കിടയ്ക്ക് വീഴാൻ പോവും, അപ്പോഴൊക്കെ ഈ ചപ്പല് പൊട്ടും. ഇനി ഞാൻ നിന്നെ എടുക്കണമായിരിക്കും അല്ലേ? സൈക്കോ വുമൻ. വേഗം എണീക്കാൻ നോക്ക്. എടി, നിന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല. ആ ചെരുപ്പ് ശരിക്കിട്. ഹലോ മിസ്റ്റർ, താലി കെട്ട്.
ഹലോ ബ്രദർ, എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നു. ചിലതൊക്കെ ഫെയിൽ ആയി പോയി, ചിലതാണെങ്കിൽ ഡിസാസ്റ്റർ ആയി, എന്നാൽ അതിൽ പലതും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് എന്റെ മീനാക്ഷിയുടെയും കാര്യം നിങ്ങൾ തന്നെ ശരിയാക്കി തരണം. സുമേഷേട്ടാ, നിങ്ങൾ ഒരു കാര്യം കൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഈ പാനിപ്പൂരി രഞ്ജിത്തുണ്ടല്ലോ, ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ ഉറങ്ങില്ല. അത് ഞാൻ ചേട്ടൻ തരുന്ന വാക്കാ. താങ്ക് യു. എനിക്കിട്ട് കൗണ്ടറോ? ചേട്ടാ, ഒരു മിഠായി തരോ? ഒരുപാട് ദിവസമായല്ലോ അഞ്ചു ഇങ്ങോട്ടേക്ക് കണ്ടിട്ട്. ആ, ചേച്ചിയുടെ കല്യാണമാണ്. അത് മാത്രല്ല, 10ാം ക്ലാസ്സിലായതുകൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അമ്മ പുറത്തേക്കൊന്നും വിടുന്നില്ല. ഓ അങ്ങനെയാണല്ലേ. എന്നാ ഇതെടുത്തു കൊണ്ടുവെക്കും. ചേട്ടാ, ഇത് വേണ്ട, ഇതിന് നല്ല പൈസയാ. അമ്മ വഴക്ക് പറയും. എന്നാ ഇതാ. ഇതാ ചേട്ടാ. ഇത് ശാരിക ചേച്ചിയല്ലേ? ഒപ്പം വിക്കി ചേട്ടനാണല്ലോ. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞങ്ങൾ ഇവിടെ കണ്ട കാര്യം തന്നെയാ ഈ പറഞ്ഞത്. വീട്ടിൽ അച്ഛനമ്മമാരെ പറ്റിച്ച് ഇവിടെ വന്ന് കൊഞ്ചു കുഴിയാണല്ലേ? ഇതത്ര നല്ല കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? നോക്ക്, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒന്നുമില്ല. ഇനി ആര് വന്ന് ചോദിച്ചാലും നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ വീണ്ടും പറയൂ. അല്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നടന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. കല്യാണത്തിന് ശേഷം നടക്കേണ്ട കാര്യങ്ങൾ അപ്പം നടക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ അല്ലാണ്ട് ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കാണുമ്പോ തന്നെ ലജ്ജ തോന്നുന്നു. ഇതാ നോക്ക്, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെയല്ലേ പ്രതികരിക്കേണ്ടത്? തെറ്റ് ചെയ്തിട്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ചെയ്ത തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ കാണിച്ചതിന് വിശദീകരണം തന്ന് നാറാൻ ഞങ്ങൾ തയ്യാറല്ല. പരസ്യമായിട്ടിരുന്ന് കൊഞ്ചു കൊഴിഞ്ഞ് നിങ്ങൾക്ക് നാണമില്ലെന്ന് കരുതി ഞങ്ങൾക്കുണ്ട്. വാട്ട്? വേദാന്ത്, നിക്ക്. നോക്ക്, ഞങ്ങൾ ലവേഴ്സ് അല്ല. നിങ്ങളൊക്കെ കരുതുന്ന പോലെ സംസാരിക്കാൻ വേണ്ടി വന്നതുമല്ല. വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ? ഈ പാർക്കിൽ ഇരുന്ന് കൊഞ്ചു കുഴയുന്നവരെ കല്യാണം കഴിപ്പിച്ച് ഫോട്ടോ എടുത്ത് ഞങ്ങളത് ഫേസ്ബുക്കില് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരസ്പരമുള്ളത് യഥാർത്ഥ പ്രണയമാണെങ്കിൽ വീട്ടിൽ പറഞ്ഞവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെ ചെയ്യാൻ പോകുന്നത്. എന്താ എല്ലാരും കൂടെ വന്ന് ഞാൻ പേടിച്ചു പോന്ന് കരുതിയോ? നിങ്ങളൊക്കെ ആരാ എന്നെ കല്യാണം കഴിപ്പിക്കാൻ? അതിന് എന്റെ വീട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ലവേഴ്സ് ഒന്നുമല്ല. വെറുതെ സംസാരിക്കാൻ വന്നേ ഉള്ളൂ. ഇതുപോലത്തെ കഥയൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാ. മര്യാദയ്ക്ക് താലികെട്ട്. പ്ലീസ് ലിസൺ ടു മീ. ഇവളെന്റെ കമ്പനിയിലെ എംപ്ലോയിയാണ്. ഞാൻ ഇവളുടെ ബോസും. ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഞങ്ങളതിന് ലവേഴ്സും കൂടെയല്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ വേറെ ആൾക്കാരോട് കാണിച്ചാലും അത് തെറ്റ് തന്നെയാ. ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? നമ്മളോട് തർക്കിക്കാൻ നിൽക്കുന്നു. പാർക്കിൽ വന്ന് അനാവശ്യം കാണിച്ചതും പോരാ, നമ്മളെ ബുദ്ധി പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കഥയൊക്കെ നിങ്ങളുടെ കൈ തന്നെ വെച്ചാ മതി. നിങ്ങളെ പോലുള്ളവരോടൊക്കെ ഇങ്ങനെ ചെയ്താലേ ബുദ്ധി ഉണ്ടാവൂ. ഇവിടെ വന്നതെന്ന് വലിയ കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലൊന്നും സംഭവിച്ചാലേ മറ്റുള്ളവർക്ക് അതൊരു പാഠമാകൂ. ഞങ്ങളുടെ പാർക്ക് നന്നാകൂ. എന്തായാലും നീ താലി കെട്ടിയേ മതിയാകൂ. നീ പറഞ്ഞ കഥ വിശ്വസിക്കാനേ ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. അങ്കിളുമാരെല്ലാരും നല്ല ദേഷ്യത്തിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഞാൻ കെട്ടില്ല. താൻ എന്ത് ചെയ്യും? കുറച്ച് ഏജ് ഉള്ളോണ്ടാ റെസ്പെക്ട് തരുന്നത്.
എന്ന് വെച്ച് മുതലാക്കരുത്. ഞങ്ങൾ പ്രായമുള്ളവരാണെന്ന് കരുതി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതരുത്. നീ കുറെ സംസാരിച്ചാലേ ഞങ്ങൾ പേടിക്കുമെന്നൊന്നും കരുതണ്ട. നിങ്ങൾക്ക് ശരിയായ ശിക്ഷ ലഭിച്ചേ മതിയാവൂ. അയ്യോ അങ്കിളെ നിക്ക് ഇങ്ങനെയൊന്നും തീരുമാനം എടുക്കല്ലേ. അദ്ദേഹം വലിയ ആളാ, വലിയ പദവിയിലുള്ള ആളാ. നമുക്ക് വേറെ രീതിയിൽ ഇതങ്ങ് സെറ്റിൽ ചെയ്യാം. വാട്ട്? സെറ്റിൽമെന്റോ? കൂടുതൽ ചോദിക്കല്ലേ ബോസ്. റൺ. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആവുന്ന അറിഞ്ഞിരുന്നെങ്കിൽ നല്ല കോസ്റ്റ്യൂമിലെങ്കിലും വരായിരുന്നു. നിനക്ക് ഇപ്പോഴും കോസ്റ്റ്യൂമിനെ പറ്റിയാണോ ചിന്ത? ഈ ഡ്രസ് ഇട്ട് ഓടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇതൊക്കെ ഓടുന്നതിന് മുൻപ് ആലോചിക്കേണ്ടത്, ഇപ്പോഴല്ല. എല്ലാത്തിനും കാരണം നിങ്ങളല്ലേ. ഇന്ന് നിങ്ങൾ പാർക്കിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം എന്റെ തലയിൽ കിട്ടില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല അല്ലേടി? തെറ്റ് നിങ്ങൾ ചെയ്താലും അത് സമ്മതിക്കില്ല എന്നുള്ള വാശിയല്ലേ നിങ്ങൾക്ക്? Bloody nonsense. അയ്യോ എന്തിനാ നിക്കുന്നേ? എല്ലാരും കൂടെ വന്ന് താലി കെട്ടാൻ പറഞ്ഞ കെട്ടാൻ തയ്യാറാണോ? Shut up. താലി കെട്ടാൻ പറ്റിയൊരു സാധനം. അവരൊന്നും വരുന്നില്ല. എല്ലാവരും പോയി എന്നാ തോന്നുന്നേ. അയ്യോ വാ. എടി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? എന്ന് പറയുമ്പോഴേ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. എല്ലാരും കാണുന്ന രീതിയിൽ പോയി നിൽക്കുമായിരുന്നല്ലോ. ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഏയ് സൈക്കോ വുമൻ. വെറുതെ ഇരിക്കാനല്ലേ പറഞ്ഞേ? അടുത്ത് നിൽക്കുന്നവരൊക്കെ കേക്കും. Shut up. സുഹാസിനി, ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടല്ലോ അല്ലേ? ഒടുക്കം എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. എന്റെ അമ്മേ, കളക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ വരുമോ? അതങ്ങനെയല്ല മോളെ, ഇതൊക്കെ എല്ലാ ദിവസവും വാങ്ങിക്കുന്നതല്ലല്ലോ. വാങ്ങിക്കുമ്പോൾ നല്ലത് തന്നെ നോക്കി വാങ്ങിക്കണം. അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ നല്ല ഡിസൈൻസ് ഉണ്ട്, അമ്മക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. വാ. നമസ്കാരം സുഹാസിനി മാഡം. കുറെ ദിവസമായല്ലോ ഇതിലേക്ക് വന്നിട്ട്. വീട്ടില് ഒരു കല്യാണം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കല്യാണത്തിന് ആവശ്യമുള്ള സ്വർണങ്ങളെല്ലാം വേണം. ഉറപ്പായിട്ടും മാഡം. ചെറിയ മൂക്കൂത്തി മുതല് മാല, കമ്മല്, വള എല്ലാം ഇവിടെ നിന്ന് വാങ്ങാം. ഇപ്പോ കുറെ പുതിയ ഡിസൈൻസും വന്നിട്ടുണ്ട്. എല്ലാം വളരെ നല്ലതാണ് മാഡം. അതെ, അത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത്. ഇതെന്റെ അമ്മയെ, ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിയുന്നത് വരെ ഒരു സ്റ്റാഫിനെ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തണം. അമ്മയ്ക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒന്നും ഇഷ്ടപ്പെടില്ല. എല്ലാം കാണിച്ചു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിയുകയും ചെയ്യും, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അയ്യോ, ഇതിൽ എന്ത് പ്രോബ്ലം ഉള്ളത് മാഡം? ഒരാളെ അല്ല, രണ്ടുപേരെ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കാം. സതീഷേ,
ആ പുതിയ പയ്യനെയും കൂടെ വിളിച്ചോണ്ട് നീ ഇവരുടെ ഒപ്പം പോണം. ഇവർക്ക് എന്താണ് വേണ്ടത് അതെല്ലാം കാണിക്കും. അതുപോലെ ആ പുതിയ പയ്യനോട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. കേട്ടോ മാഡം? വരൂ. ധ്രുവ, അയ്യോ, എന്തിനെങ്ങനെ അലറി വിളിക്കുന്നേ? ഒന്ന് പതുക്കെ വിളിച്ചൂടെ നിനക്ക്? അച്ഛൻ എവിടെ കിടന്നുറങ്ങാ? ചേച്ചി അതെന്താന്ന് വെച്ചാൽ എന്തൊക്കെ നീ കാണിക്കുന്നേ? എന്താ കാര്യം പറ. ഒന്ന് സമാധാനപ്പെടാൻ ജൂ, അല്ലെങ്കിൽ നിനക്ക് ശ്വാസമുട്ട് വരാനുള്ള സാധ്യതയുണ്ടേ. ചേച്ചി വലിയൊരു പ്രശ്നമുണ്ട്. അത് വിക്കി ചേട്ടൻ ആ ദൈവത്തിന്റെ അടുത്ത് കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോ ഇടത്ത് സൈഡിലിരുന്ന പ്രസാദം വന്ന് വീണു. എന്തോ അശുഭ കാര്യം നടക്കാൻ പോവാന്ന് എനിക്ക് മനസ്സിലായതാ. പക്ഷെ നീ വന്ന ഉടനെ വിക്കിക്ക് എന്തോ സംഭവിച്ചെന്ന് പറയുന്നുണ്ടല്ലോ അഞ്ജു. എന്താ അവർക്ക് പറ്റിയത്? ചേച്ചി വിക്കി ചേട്ടന് ഒന്നും പറ്റിയില്ല. പക്ഷെ മുന്നോട്ട് എന്തെങ്കിലും നടക്കുമെന്നുള്ള പേടിയുണ്ട്. ഇനി എന്ത് നടക്കുന്ന നീ പറയുന്നേ? കാര്യം എന്താന്ന് പറ ചേച്ചി. സത്യാണോ? ദൈവത്തിനാണ് സത്യം ചേച്ചി. വിക്കി ചേട്ടൻ അപ്പോ നോർമൽ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നോർമൽ അല്ലായിരുന്നു എന്ന് വെച്ച് നീ എന്താ ഈ പറയുന്നേ? അത് വിക്കി ചേട്ടൻ സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുമായിരുന്നു. ശാരിക ചേച്ചി ഓക്കെ ആയിരുന്നു. പക്ഷെ വിക്കി ചേട്ടൻ അത്ര ബോധമില്ലായിരുന്നു. ചേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട് ചേച്ചി. തലക്കിട്ട് ഞാനൊരു തട്ടിട്ട് നോക്കിക്കോ. അവര് രണ്ടുപേരും കൂടെ ഒരു ക്ലൈന്റ് മീറ്റിങ്ങിന് പോയിരിക്കുക. വിക്കിക്ക് ചാരികയുടെ കൂടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉറങ്ങിയ പോലെ ഇരിക്കുന്നത്. നീ വെറുതെ അതും ഇതൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് എന്നെ കൂടെ പേടിപ്പിക്കാതെ എന്റെ അഞ്ജു. അയ്യോ, അത് അങ്ങനെയല്ല ചേച്ചി. ഞാനിത് എങ്ങനെ പറയാനാ? എന്റെ പ്രഭാകര, പറഞ്ഞത് തന്നെ നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്ക്, രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അതെന്താ